പുരുഷന്മാർ എണ്ണ തേക്കാൻ വലിയ മടിയുള്ള ആൾക്കാരാണ്. എണ്ണ തേക്കണം. എണ്ണ തേക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. കണ്ണിൻ്റെ തടങ്ങളിലും മൂക്കിൻ്റെ ദ്വാരങ്ങളിലും വെളിച്ചെണ്ണ തേക്കണം. വെളിച്ചെണ്ണയും എണ്ണയും എണ്ണ എന്ന് സാധാരണ ഉപയോഗിക്കുന്നത് നല്ലെണ്ണ, എള്ളെണ്ണയെക്കുറിച്ചാണ്. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെളിച്ചെണ്ണയെക്കുറിച്ചാണ്. വെളിച്ചെണ്ണയാണ് തേക്കാൻ ഏറ്റവും അനുയോജ്യമായത്. നല്ലെണ്ണ വേറെ ചില ഉപയോഗങ്ങൾക്ക് പറ്റും. പിന്നെ അതൊരു ശീലമാണ്. വെളിച്ചെണ്ണ ശീലമാക്കലാണ് ഏറ്റവും നല്ലത്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നാസാദ്വാരങ്ങളിലും കണ്ണിൻ്റെ തടങ്ങളിലും തലയിലും ശരീരം മുഴുവൻ തേക്കാൻ എന്നും ഒഴിവ് കിട്ടിയില്ലെങ്കിൽ തലയിലെങ്കിലും തേക്കണം. തലയിൽ തേച്ച് കുളിക്കണം വെളിച്ചെണ്ണ. എന്നാൽ മുടി പിന്നെ വെളുക്കുക, അതേമാതിരി നരക്കുക, അതേപോലെ മുടി കൊഴിഞ്ഞു പോവുക, ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. തേക്കിൻ്റെ കുരു ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ തേച്ചാൽ മുടി കൊഴിച്ചിലിനെ തടയാം. തേക്കിൻ്റെ നല്ല മൂത്ത കുരു, പച്ചക്കുരു, ഉണങ്ങിയതല്ല, അത് വെളിച്ചെണ്ണയിലിട്ടിട്ട് തിളപ്പിക്കുക. കരിയുന്നതിന് മുമ്പ് അടുപ്പത്ത് നിന്ന് എടുത്ത് വെക്കുക. എന്നിട്ട് കുരു മാറ്റി എണ്ണ മാത്രം കുപ്പിയിലാക്കിയിട്ട് അത് തേച്ചാൽ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടി പറ്റും. പ്രവാചക വൈദ്യത്തിൽ PhD എടുത്ത താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് അത്തരമൊരു തീർച്ചയായും പിന്നെ പ്രവാചക വൈദ്യത്തിലെ ഒരു മെഡിസിനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ വൈദ്യം പറയുന്നതിൽ നിന്ന് കുറച്ച് ഒഴിഞ്ഞു നിൽക്കാറാണ് സാധാരണ പതിവ്. കാരണം അതിന് കുറേ പരിധികളും പരിമിതികളും ഉണ്ട്. കാരണം ഒരിക്കലും നമ്മൾ രോഗിയെ കാണുന്നില്ല, കാണാത്ത രോഗിക്കാണ് മരുന്ന് പറയണത്. അതുകൊണ്ട് അതിന്ന് പലപ്പോഴും ഒഴിഞ്ഞു മാറലാണ് സാധാരണ പതിവ്. പക്ഷേ ഇതെല്ലാവർക്കും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ ചേർത്ത് പറയേണ്ടത്, മുടി കൊഴിച്ചിലിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി വരാറുള്ളത് ടെൻഷനുകളും മറ്റു കാര്യങ്ങളുമാണ്. അപ്പോൾ ടെൻഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പരിഹാരം. രണ്ടാമത്തത് കഫക്കെട്ടുള്ള ആളുകൾക്ക് വല്ലാതെ മുടി കൊഴിച്ചിൽ കാണാറുണ്ട്. അപ്പോൾ കഫക്കെട്ടിനുള്ള പരിഹാര മാർഗം കൂടി ഇതിൻ്റെ അനുബന്ധമായി സ്വീകരിക്കണം. കുരുമുളക് പൊടി തേനിൽ മിക്സ് ചെയ്ത് കഴിക്കലാണ് തലയിൽ നിന്നുള്ള കഫത്തെ തടയാൻ ആവശ്യമായിട്ടുള്ള കാര്യം. നല്ല നാടൻ കുരുമുളക് പൊടി തേനിൽ മിക്സ് ചെയ്തിട്ട് 3/4 സ്പൂൺ വീതം 2 നേരം ഭക്ഷണശേഷം കഴിക്കുക. കുറച്ചുകൂടി മനസ്സിലാക്കാൻ ചോദിക്കുകയാണ്, ഇതിൻ്റെ കളവ് ഒന്ന്. നാടൻ കുരുമുളക് ഉണക്കി നന്നായിട്ട് പൊടിച്ചത്, അത് ലേഹമാവാൻ പാകത്തിനുള്ള തേനൊഴിക്കുക. അത് മിക്സ് ആവാൻ വേണ്ടി പാകത്തിലുള്ള തേനൊഴിക്കുക. കുഴമ്പ് പരുവത്തിലാവാൻ ആവശ്യമായ തേനൊഴിക്കുക. എന്നിട്ട് 3/4 സ്പൂൺ രാവിലെ ഭക്ഷണത്തിന് ശേഷം രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ തലയിൽ നിന്നുള്ള കഫം ഒഴിവായി കിട്ടും. കൂടുതൽ പറയാം, സ്ഥിരമായുള്ള തലവേദന, അതുപോലെ മൈഗ്രെയിൻ തലവേദന എന്നിവയ്ക്ക് ഈ ചികിത്സ പരിഹാരമായിരിക്കും. അപ്പോൾ തലയിൽ നിന്ന് കഫം ഒഴിഞ്ഞാൽ തന്നെ മുടി കൊഴിച്ചിലൊരു പരിധിവരെ തടയാവുന്നതാണ്. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ എണ്ണയും തേക്കുകയാണെങ്കിൽ ആ വിഷയം പരിഹരിക്കപ്പെടും. പിന്നെ മുടി കൊഴിയുന്നതിന് മുമ്പ് തന്നെ ആലോചിക്കുക, എണ്ണ വെച്ച് കുളിക്കുക എന്നുള്ളത് ശീലാക്കണം. കൊഴിഞ്ഞുപോയ മുടി ഇനി കിളിർക്കാനല്ല ഈ മരുന്ന്. ഈ പറഞ്ഞത് മുടി ഇനി കൊഴിച്ചിലിനെ തടയാനാണ്. പക്ഷേ എപ്പോഴും തല സംരക്ഷണത്തിന് എണ്ണ വെച്ച് കുളിക്കുക എന്നുള്ള രീതി സ്വീകരിക്കണം. അത് ഒരുപക്ഷെ ചെറുപ്പത്തിൽ കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ ഉമ്മമാർ പഴയ കാലത്താണെങ്കിൽ അടക്കാമരത്തിൻ്റെ കവുങ്ങിൻ്റെ പാളയിലേക്ക് കെടുത്തി ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കും. ഇപ്പോൾ മാറിയ കാലഘട്ടത്തിൽ പല പാത്രങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ആ ശീലം അങ്ങോട്ട് കഴിഞ്ഞ് ഇവനൊന്ന് നിവർന്നു നിൽക്കാൻ പാകമാകുമ്പോഴേക്കും പ്രത്യേകിച്ച് പുരുഷന്മാർ അത് പറഞ്ഞതുപോലെ ഈ എണ്ണ തേക്കിൽ നിന്ന് അങ്ങോട്ട് മാറി കിട്ടും. പക്ഷെ അപ്പോൾ ഇനിയെങ്കിലും തലയിൽ തേച്ച് കുളിച്ചാൽ ബാക്കി ശരീരഭാഗങ്ങളിലേക്ക് അത് ഒലിച്ചിറങ്ങെങ്കിലും ചെയ്തോളും. ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും ചെയ്യണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ മുടി കൊഴിയുക എന്ന സമ്പ്രദായത്തിനാണ് ഉസ്താദ് ഈ മാർഗം പറഞ്ഞത്. ഈ മുടി സമൃദ്ധമായി വളരുന്ന പലരും പ്രതീക്ഷയോടെ നിൽക്കുന്നത് അടുത്തത് മുടി നരക്കാതിരിക്കുന്നതിന്, അല്ലെങ്കിൽ നരച്ച മുടിക്ക് എന്തായിരിക്കുമെന്നായിരിക്കും. എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അതായത് മുടി നരക്കുക എന്ന് പറഞ്ഞത് കാൽസ്യം പിൻവലിയുന്ന അവസ്ഥയാണ്. നമ്മളെ ശരീരത്തിൽ ആവശ്യമായ കാൽസ്യം ലഭ്യമാവാതെ വരുമ്പോൾ നഖം, മുടി എന്നിവ, എല്ലുകൾ എന്നിവയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കാൽസ്യം പിൻവലിയും. ഇതാദ്യമായി പിൻവലിയുന്നത് മുടിയിൽ നിന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസിയാണ് യഥാർത്ഥത്തിൽ മുടി നരക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി വരാതിരിക്കാൻ ധാരാളമായി വെള്ളം കുടിക്കുക എന്നുള്ളത് ശീലമാക്കണം. പിന്നെ കാൽസ്യം കൂടുതലുള്ള മീനുകൾ, ചെറിയ മത്സ്യങ്ങൾ, അങ്ങനെയുള്ളത് കഴിക്കണം. പച്ച നേന്ത്രക്കായുടെ തൊലി ഉപ്പേരി വെച്ച് കഴിക്കുന്നത് കാൽസ്യം ഡെഫിഷ്യൻസിക്ക് പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ്. അത് ഇപ്പോൾ അതായത് നിലവിൽ ഉള്ള മുടി നരച്ചു പോകാതെ സൂക്ഷിക്കാൻ നല്ലതാണ്.